നമസ്കാരം. രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നിയമലംഘനങ്ങൾ നടത്തുന്ന വാർത്തകൾ ഇതിനു മുൻപ് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. സർക്കാരിനെ സ്വാധീനിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച്, വ്യക്തികളെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് പല ഉന്നതരും പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ പല പരാതികളും ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എന്ത് അന്വേഷണം നടന്നു, എന്ത് നടപടിയെടുത്തു എന്നത് പിന്നീട് ആലോചിക്കേണ്ട വിഷയമാണ്. സത്യത്തിൽ ഇത്തരക്കാർക്കെതിരെ കൃത്യമായ ഒരു നിയമ നടപടി പല കേസുകളിലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ സംസ്ഥാന പോലീസ് മേധാവിയും നിയമലംഘനം നടത്തിയതായി പരാതി. ഭൂമി വിൽക്കാനായി 74 ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും 30 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കും എതിരെയുള്ള കോടതി വിധിയാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. 10.8 സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്തു. പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകും എന്നാണ് വ്യവസ്ഥ. ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ് ജഡ്ജി അനു ടി തോമസ് ആണ് വിധി പ്രസ്താവിച്ചത്. DGPയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 23-ൽ റീസർവേ നമ്പർ 140/3 ആയി ഉള്ള ഭൂമി വിൽക്കാൻ 2023 ജൂൺ 22-നാണ് വഴുതക്കാട് സ്വദേശി ടി ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടത് എന്ന് പരാതിയിൽ പറയുന്നു. ഇത് മുഖവിലക്കെടുത്താണ് കോടതി നടപടികൾ. ഈ വിധിയോട് പോലീസ് സേനയിൽ നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും 26 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി. പലിശയും ചെലവും ഉൾപ്പെടെ 33.35 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ മുഖേന കോടതിയെ സമീപിച്ചു. മെയ് 28-നാണ് ഭൂമിയിൽ ജപ്തി നോട്ടീസ് പതിച്ചത്. ഫലത്തിൽ ഭൂമി വാങ്ങാൻ എത്തിയ ആളിനെ ചതിച്ചു എന്നുള്ളതാണ് കേസ്. പണയവസ്തു വിൽക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. എന്നാൽ ഈ കേസിൽ സിവിൽ നടപടികൾ മാത്രമാണ് പരാതിക്കാരൻ എടുത്തത് എന്നാണ് സൂചന. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ ദീർഘിപ്പിച്ചത്. ഇതോടെ 1 കൊല്ലം കൂടി പോലീസ് മേധാവി സ്ഥാനത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിന് തുടരാൻ സാധിക്കും. പോലീസ് മേധാവിയായി അദ്ദേഹം 1 കൊല്ലം മുമ്പാണ് ചുമതലയേറ്റത്. സംസ്ഥാന പോലീസിലെ തലവന് 1 കൊല്ലം കൂടി സർവീസ് ദീർഘിപ്പിക്കാൻ സുപ്രീം കോടതി വിധിപ്രകാരം സർക്കാരിന് കഴിയും. ഈ സാഹചര്യത്തിലാണ് ഈ നീക്കമുണ്ടായത്. മുൻപ് പോലീസ് മേധാവിയായിരുന്ന അനിൽകാന്തിൻ്റെ സർവീസ് കാലാവധിയും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ നീട്ടി നൽകിയിരുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശിയും 1990 ബാച്ചിലെ IPS ഓഫീസറുമാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കഴിഞ്ഞ 1 കൊല്ലവും വ്യക്തിപരമായ വിവാദങ്ങളിലൊന്നും കുടുങ്ങാത്ത ക്ലീൻ ഇമേജിന് ഉടമയാണ് സംസ്ഥാന പോലീസ് മേധാവി. ഈ സാഹചര്യത്തിലാണ് കാലാവധി നീട്ടി നൽകിയത്. കേരള കേഡറിൽ ASP ആയി തുടങ്ങിയ അദ്ദേഹം ഗവർണറുടെ ADC ആയും ഐക്യരാഷ്ട്രസഭയുടെ മിഷന്റെ ഭാഗമായി കൊസോവോയിലും പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. SP റാങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായിരുന്നു. ADGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം പോലീസ് ആസ്ഥാനം, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഉത്തരമേഖല, ക്രമസമാധാനം എന്നീ വിഭാഗങ്ങളിലും കേരള പോലീസ് അക്കാദമി ഡയറക്ടർ, ജയിൽ മേധാവി എന്നീ നിലകളിലും ദർവേഷ് സാഹിബ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഡയറക്ടറുമായിട്ടുണ്ട്. സർവീസിൽ ഉടനീളം ക്ലീൻ ഇമേജാണ് പോലീസ് മേധാവിയുടെ മുഖമുദ്ര. അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ഭൂമി വിൽപ്പന കേസിലെ കോടതി തീരുമാനം എന്നതും ശ്രദ്ധേയമാണ്.